ഹലോ ഗായ്സ്, ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ സഞ്ചാരികളുടെ മുഖ്യ ആകർഷണ കേന്ദ്രമായ രാമക്കൽമേട് വ്യൂ പോയിന്റ് കാണുവാനായിട്ടാണ് പോകുന്നത്. രാമക്കൽമേട് വ്യൂ പോയിന്റിലേക്കുള്ള പ്രധാന കവാടത്തിൻ്റെ അടുത്തായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ടൗൺ പോലെയൊക്കെയാണ്. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളുമൊക്കെ നമുക്ക് മേടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഇതൊരു ഇടുങ്ങിയ വഴിയൊക്കെയാണ്. ശരിക്കും നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു വഴിയൊന്നുമല്ല. വഴിയിൽ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വഴിയൊക്കെ തന്നെയാണിത്. ഇവിടെ നിന്ന് ഉദ്ദേശം 800 മീറ്റർ ഉണ്ട് രാമക്കൽമേടിൻ്റെ ടോപ്പിലേക്ക്. നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വെള്ളം കരുതിയിരിക്കണം. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കടകളൊന്നുമില്ല. ഉറപ്പായും ദാഹിക്കും, കാരണം കുത്തനെയുള്ള മലയും കയറ്റങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് വെള്ളം തീർച്ചയായിട്ടും കരുതിയിരിക്കണം. അപ്പം ഞാൻ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്തോറും രാമക്കൽമേടിൻ്റെ ഓരോ കാഴ്ചകളൊക്കെ നമ്മുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയാണ്, ഒറ്റയടി പാതയൊക്കെയാണ്. അല്പം പള്ളയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഭാഗ്യം മാറ്റിയൊക്കെ ചില സ്ഥലങ്ങളിൽ പോകേണ്ടിയൊക്കെ വരും. എങ്കിലും ട്രെക്കിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണിത്. മഴക്കാല സമയങ്ങളിൽ രാമക്കൽമേടിൻ്റെ ടോപ്പിൽ കയറുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ തമിഴ്നാടിൻ്റെ വിദൂര കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. വിശാലമായി പരന്നു കിടക്കുന്ന തമിഴ്നാടിൻ്റെ കാഴ്ചയാണ് ഇവിടെയുള്ള പ്രധാന ഒരു കാഴ്ച എന്ന് പറയുന്നത്. രാമക്കൽമേട് എന്ന് പറയുന്ന ഭാഗം വളരെ കാറ്റുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം വേഗതയിൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് രാമക്കൽമേട്. രാമക്കൽമേടിൻ്റെ സമീപത്തായി തൂക്കുപാലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് സർക്കാരിൻ്റെ ഒരു ചെറിയൊരു വിൻഡ് മില്ലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നമ്മളിവിടെ നിന്ന് നോക്കുവാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരുപാട് വിൻഡ് മില്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയാൽ കാണാം. ഈ കാണുന്ന ഭാഗമാണ് രാമക്കൽമേടിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം. ഇതിൻ്റെ മുകളിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ഇവിടെ വീശുന്ന കാറ്റിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ ചില്ലറ വേഗതയൊന്നുമല്ല. മണിക്കൂറിൽ 33 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വേഗതയിൽ വരെ വീശി അടിക്കുന്ന കാറ്റാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് ചെന്ന് കഴിയുമ്പോഴത്തേനും നല്ല കാറ്റുള്ള സമയമാണെങ്കിൽ നമുക്ക് ഉയരത്തിൽ നിൽക്കാൻ പോലും സാധിക്കില്ല. കാരണം നമ്മളെ വീഴ്ത്തിക്കളയും. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ളൊരു കാറ്റ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് രാമക്കൽമേട്. വിൻഡ് മില്ലിനൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ അത് വേണ്ട വിധത്തിൽ അധികം ഒന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഗൈസ്, ഞാൻ രാമക്കൽമേടിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തെത്തി. ടോപ്പ് ഭാഗമാണ് ഈ കാണുന്നത്. ഇതാ ടോപ്പ് ഭാഗത്തിൻ്റെ ഇടയ്ക്കൂടെ താഴേക്ക് ഇറങ്ങാൻ ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഞാൻ വെറുതെ ഒന്ന് താഴേക്കൊന്ന് ഇറങ്ങി നോക്കി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ വളരെ വിശാലമായ വ്യൂ ഒക്കെ നമുക്ക് ലഭിക്കും. രാമക്കൽമേടിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് കയറിപ്പറ്റുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വളരെ സാഹസം നിറഞ്ഞ ഒരു പരിപാടി കൂടിയാണ്. കാരണം ഇന്ന് ഹാൻഡ് റെയിലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കി വേണം ഇവിടെ കൈകാര്യം ചെയ്യാൻ. കാരണം ഇവിടെ രക്ഷിക്കാൻ വേറെ ആൾക്കാരോ ഒന്നുമില്ല. ഇവിടെ പാറകളുടെ ഇടയിലൂടെ ചെറിയൊരു വഴിയുണ്ട്. ഞാൻ വെറുതെ ഒന്ന് നടന്നു നോക്കിയതാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ വിശാലമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്നൊക്കെ ചെറിയൊരു പാളിച്ച പറ്റിയാൽ പോലും നമ്മൾ താഴെ ചെല്ലും. ആ രീതിയിലുള്ള വഴികളൊക്കെയാണ് ഈ കാണുന്നത്. പാറയുടെ ഇടുക്കിലൂടെയാണ് ഈ വഴി. ഇതിൻ്റെ അറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ വിശാലമായ കാഴ്ച കാണാം. അങ്ങനെ ഞാൻ അതിൻ്റെ അറ്റത്ത് വന്നപ്പം ദയ കാണുന്നു തമിഴ്നാടിൻ്റെ ഭാഗങ്ങളൊക്കെ. തമിഴ്നാടിൻ്റെ ഭാഗങ്ങളായ കമ്പം തേനിയൊക്കെയാണ് ഈ കാണുന്നത്. കൃഷിപ്പാടങ്ങളാണ് തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ. അങ്ങ് വിദൂരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. വളരെ സമതലമായിട്ടാണ് ഇവിടുത്തെ തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങ് ദൂരെ കാറ്റാടിപ്പാടങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇത് ശരിക്കും ഒരു സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറയാം. 1100 മീറ്റർ അടി ഉയരത്തിലാണ് രാമക്കൽമേട് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം അത്രയേറെ ടൂറിസ്റ്റ് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണെങ്കിലും ഇവിടെ അതിനു വേണ്ട തക്ക വിധം സുരക്ഷകളും കാര്യങ്ങളും ഒന്നുമില്ല. അപകടത്തിൽപ്പെടാനുള്ള സാധ്യതകളൊക്കെ വളരെ വളരെ കൂടുതലാണ്. ഇവിടെ ഒരു കൈപിടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമുക്കിവിടെ നിന്നാൽ വളരെ മനോഹരമായ തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ കേരളത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് രാമക്കൽമേട്. വലിയ മഴയൊന്നുമില്ലാത്ത വളരെ തെളിഞ്ഞ കാലാവസ്ഥ വേണം ഇങ്ങോട്ട് വരാൻ. എന്നാൽ മാത്രമേ തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. മഴക്കാലത്ത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പാറകളിലൊക്കെ വഴുക്കലാണ്. അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെ വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ രാമക്കൽമേടിൻ്റെ ടോപ്പ് ഭാഗത്തൊക്കെ കയറാനായിട്ട്.
ഇവിടെ വരുവാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ എത്ര നേരം ഇരിക്കാനും നമുക്ക് യാതൊരു വിധത്തിലുള്ള മടുപ്പും തോന്നത്തില്ല. ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും വീഡിയോസിനും ഒക്കെ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർ വരെ